നോമ്പ് സമയങ്ങളിലെ പ്രധാന ഐറ്റങ്ങളിൽ ഒന്നാണ് ഉന്നക്കായ. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കി നോക്കുന്നത്. നേന്ത്രപ്പഴമാണ് വേണ്ടത്. നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് പഴുക്കാത്ത പഴം എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇത് കുറച്ചധികം തന്നെ പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. വെന്ത് വന്നതിന് ശേഷം തൊലി കളഞ്ഞ് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടണം. ഇനി അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ പൊരിക്കേണ്ട ആ ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയൊക്കെ സെറ്റാക്കാം. ഉടച്ചു വെച്ച പഴം ഇതുപോലെ ഉരുളകളാക്കി കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങ ചൂടാക്കി വെച്ചില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് പഴുത്ത പഴമായതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടി പോകുന്നത്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. കാണാൻ അത്ര ലുക്കായി വന്നില്ല, എന്താണെന്ന് അറിയില്ല. ഈ ഒരു ലുക്കിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ ഉന്നക്കായ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹാർഡായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാളും സോഫ്റ്റായിരുന്നു. നല്ല പഴുത്ത പഴം ആയതുകൊണ്ടാണ്. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.